الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فبما رحمة من الله لنت لهم، ولو كنت فظا غليظ القلب لانفضوا من حولك، فاعف عنهم واستغفر لهم وشاورهم في الأمر، فإذا عزمت فتوكل على الله إن الله يحب المتوكلين. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത് ഉത്തമരായ നല്ലവരായ ആളുകളെ സംബന്ധിച്ച് ലോകത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില വിശേഷണങ്ങളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സ്വഭാവക്കാരെ കുറിച്ചും പറയുന്നുണ്ട്, അത് ഉത്തമരുടെ സ്വഭാവമാണ്. അക്കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് സൽസ്വഭാവമുള്ളവർ, സൽസ്വഭാവികൾ, ഹുസ്നുൽ ഖുൽഖ്. അത് ഉത്തമ സ്വഭാവത്തിൽപ്പെട്ടതാണ്, നല്ല ആളുകളുടെ അത്തരം ആളുകൾ നല്ലവരാണ് എന്ന്, അഥവാ സൽസ്വഭാവികൾ നല്ലവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ തൊട്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീഥ. അദ്ദേഹം പറയാണ്, ലം യകുനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വല മുതഫഹിഷ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ലീലം പറയാറില്ലായിരുന്നു, സംസാരിച്ചിരുന്നില്ല, അഥവാ തെറി പറയാറില്ലായിരുന്നു എന്ന്. രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു. ഒന്ന്, മോശപ്പെട്ട സ്വഭാവമുള്ള ആളല്ല. രണ്ട്, തെറി പറയുന്ന ആളല്ല. വകാന യഖൂൽ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അംർ ഇബ്നുൽ ആസ് പറയാണ്, അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ആര്? നബി പറയുമായിരുന്നു. എന്ത്? ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുഹും അഖ്ലാഖ. നിങ്ങളിൽ സൽ സ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ ഉത്തമർ. എന്താണ്? നിങ്ങളിൽ സൽ സ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ ഉത്തമർ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയാണ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നപ്പോൾ, ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്നു, അൻസാരിയായ ഒരാൾ വന്നു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. ثم قال,
എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഇത് നമ്മള് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു വാക്കാണ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരാരാണ്? മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നും കൂടി ഉത്തമരാരാ? മുഅ്മിനീങ്ങളാണ്. ഈമാൻ, ഇസ്ലാം, ഈമാൻ, ഇഖ്ലാസ്, ഹദീസ് ജിബ്രീൽ കാണാം മർത്തബകളായി എണ്ണുന്നത്. ബിദ്നില്ലാഹി തആല അല്ലാഹു തൗഫീഖ് ചെയ്ത് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഖാല അഹ്സനുഹും ഖുലുഖാ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഉത്തമർ ആരാന്ന് പറഞ്ഞാൽ അവരിൽ നല്ല സ്വഭാവമുള്ളവരാണ്, സൽ സ്വഭാവികളാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇത് പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എപ്രകാരമായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ വിശുദ്ധ ഖുർആനിൽ 68-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം കാണാം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും അല്ലാഹു പറയാ നബിയോട്, നബിയേ നീ താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു. ഈ ആയത്തിനെ വിവരിക്കുന്നതിന്റെ താഴെ ധാരാളക്കണക്കിന് ഹദീത്തുകൾ കാണാം. അക്കൂട്ടത്തിൽ ഒന്ന്, അത്താബിഇയ്യു സഅദ് ഇബ്നു ഹിശാം ഇബ്നു ആമിർ വഹുവ ഇബ്നു അമ്മി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക്കിന്റെ അമ്മിന്റെ പുത്രനായ സഅദ് ഇബ്നു ഹിശാം ഇബ്നു ആമിർ എന്ന് പറഞ്ഞ താബിഈകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ ഒരാൾ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് വന്നിട്ട് നബിയുടെ ഭാര്യ നമ്മുടെ ഉമ്മയോട് ചോദിക്കാണ്, ഖുൽതു യാ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മൽ മുഅ്മിനീൻ, ആയിഷ ബിയോട് ചോദിക്കാണ്, ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മ ഹദ്ദിഥീനി അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉമ്മ എനിക്ക് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാലും. നമ്മളെ ഓരോരുത്തരും പഠിക്കേണ്ട വാക്കാത്ത. ഈ സന്ദർഭത്തിൽ ഉമ്മ പറഞ്ഞ മറുപടി, ഖാലത്ത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബി പറയാണ്, ഖാലത്ത് യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അമാ തഖറഉൽ ഖുർആൻ, മോനെ നീ ഖുർആൻ വായിക്കുന്നില്ലേ? ഖാല അല്ലാഹു തആല പറഞ്ഞു, എന്ത്? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും മുഹമ്മദ് നബിയെ താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞത് നീ വായിക്കുന്നില്ലേ? എന്നിട്ട് ഉമ്മ പറയാണ്, ഖുലുഖു മുഹമ്മദിൻ അൽ ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അൽ ഖുർആൻ, ഖുർആനായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന അനസ് ഇബ്നു മാലിക്കിന്റെ എളാപ്പാന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ പിതാവിന്റെ മകനായ ആ താബിഈയായ മഹാനായ വ്യക്തിത്വത്തോട് അവരിത് പറഞ്ഞു കൊടുക്കുകയാണ്. അഖ്റജഹു അബൂ യഅല ബിഇസ്നാദിൻ സഹീഹ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോ വാക്കുകളും ഓർത്തെടുക്കേണ്ടത് അതൊക്കെ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ കുറിച്ച് തന്നെ സ്വയം സാക്ഷ്യം വഹിക്കണം. എന്താ നിങ്ങൾ സ്വഹാബത്തിന്റെ സാക്ഷിത്വം, അള്ളാഹുവിന്റെ സാക്ഷിത്വം, അതിനപ്പുറത്തേക്ക് നബി സ്വന്തത്തെ കുറിച്ച് തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇത്തു ലിഉതമ്മിമ ഹുസ്നൽ അഖ്ലാഖ്, എല്ലാ സൽ സ്വഭാവങ്ങളുടെയും നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് അല്ലാമ അൽബാനി റഹ്മത്തുള്ളാഹി സ്വഹീഹാണ് എന്ന് ഹുക്മ പറഞ്ഞ ഹദീസാണ്. നോക്കൂ നിങ്ങൾ, സ്വഹാബിമാരിൽ ശ്രേഷ്ഠനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചാരകനായ, നബിയുടെ കൂടെ 10 വയസ്സ് മുതൽ നബിയുടെ കൂടെ നിന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നബിയെ കുറിച്ച് സാക്ഷ്യം വഹിക്കാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അവിടെ സ്വഹീഹുകൾ ഉദ്ധരിക്കുന്നു. മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം, അൻ അനസ് ഇബ്നു മാലിക് ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ
പ്രത്യേകമായി എടുത്തു പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാൻ 159-ാമത്തെ ആയത്ത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചതാണ്. എന്തായത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്. നബിയേ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പോയി കളയുമായിരുന്നു. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അതുകൊണ്ട് നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടി ആലോചിക്കുകയും ചെയ്യുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ തവക്കുലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തന്നിൽ തവക്കുലാക്കുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഈ ആയത്തിന്റെ തുടക്ക ഭാഗം വളരെ പ്രധാനമാണ്. അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹത്താലാണ് നബിയെ താങ്കളുടെ അനുചരന്മാരോടുള്ള സ്വഹാബത്തിനോടുള്ള താങ്കളുടെ പെരുമാറ്റം വളരെ സൗമ്യതയുള്ളതായത്. അത് റബ്ബിന്റെ ഒരു നിഅമത്താണ്, അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ സ്വഹാബികളിൽ ഒരാൾക്ക് പോലും ഒരർത്ഥത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ നീരസം പോലും അവർക്കില്ല. ഹുബ്ബല്ലാതെ അള്ളാഹ് കഴിഞ്ഞാൽ അവരേറ്റവും ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ട് നബിയോട് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കളെങ്ങാനും സംസാരത്തിലും പ്രവർത്തനത്തിലും പരുഷത പുലർത്തുന്നവരും ഹൃദയകാഠിന്യമുള്ളവരുമായിരുന്നെങ്കിൽ, നബി അങ്ങനല്ല, ആയിരുന്നെങ്കിൽ അവർ താങ്കളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്നാണ്. ഈ ആയത്തിന്റെ താഴെ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ എടുത്തു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ താഴെ പറയാണ്, ഹാദാ ഖുലുഖു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസഹുല്ലാഹു ഫീ. ഇതാണ് മുഹമ്മദ് നബിയുടെ സ്വഭാവം. ആ സ്വഭാവത്തിലേക്കാണ്, ആ സ്വഭാവത്തിലായിട്ടാണ് അല്ലാഹു തആല അവിടുത്തെ നിയോഗിതരാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത് ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയായിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സൽ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ സ്വഭാവം അതാണ്, സ്വഹാബത്തും അതാണ് ജീവിതാക്കിയത്. നമ്മളും അതാകണം ജീവിതാക്കേണ്ടത്. അങ്ങനെ ആക്കിയാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ ഉത്തമരിൽപ്പെട്ടവരാണ്, സൽ സ്വഭാവി. ചില ആളുകൾ നല്ല ഇബാദത്ത് എടുക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആളുകൾ അള്ളാഹിന്റെ മാർഗത്തിൽ ധാരാളമായി സ്വതക്ക കൊടുക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ ഒരുപാട് നന്മകളിൽ മറ്റുള്ളവരെക്കാൾ മുൻകടന്നവരായിരിക്കും. പക്ഷേ ആളുകൾ പറയും, എന്തായിട്ടെന്താ, സ്വഭാവം മോശമാണ്, സ്വഭാവം മോശമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാ. പക്ഷെ പ്രിയപ്പെട്ട ഭാര്യന്റെ മുന്നിൽ മോശമാണെങ്കിലോ ഒരു കാര്യമില്ല, മക്കളെ മുന്നിൽ മോശമാണെങ്കിലോ ഒരു കാര്യമില്ല, മാതാപിതാക്കളുടെ മുന്നിൽ മോശമാണെങ്കിലോ. നിങ്ങളൊന്നാലോചിക്കും, നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനാ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പുരക്കാർക്ക് മാത്രം വെറുക്കപ്പെട്ടവനാണെങ്കിൽ എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? സ്വഭാവ വിശുദ്ധി അത് വളരെ പ്രധാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ സ്വഭാവം സൽസ്വഭാവിയായാൽ ഉണ്ടാകുന്ന മെച്ചന്തരങ്ങൾ ഒരുപാട് മെച്ചങ്ങളുണ്ട്. ചിലത് മാത്രം ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, സൽസ്വഭാവിക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നോമ്പനുഷ്ഠിക്കുന്നവന്റെയും നിസ്കരിക്കുന്നവന്റെയും പ്രതിഫലം അല്ലെങ്കിൽ പദവി അവന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടുന്ന, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത്തസ് സായിമി അൽ ഖായിം. ഒരു മുഅ്മിൻ തന്റെ സൽസ്വഭാവം മുഖേന നോമ്പ് നോൽക്കുന്നവന്റെയും നിസ്കരിക്കുന്നവന്റെയും പദവി നേടിയെടുക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുനൻ അബൂ ദാവൂദിൽ 4798 നമ്പർ ഹദീസ്. നിസ്കരിക്കുന്നവന്റെ പദവി, നോമ്പ് നോൽക്കുന്നവന്റെ പദവി ആർക്ക്? സൽസ്വഭാവിക്ക്.
രണ്ടാമത്തെ പ്രത്യേകത, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനിന്റെ തുലാസിൽ കരം തൂങ്ങുന്ന കർമ്മങ്ങൾ നിരവധിയുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നെന്താണ്? അൻ അബി ദർദ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ ശൈഉൻ അത്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസനിൻ وإن الله ليبغض الفاحش البذيء. അന്ത്യനാളിൽ ഒരു മുഅ്മിനിന്റെ തുലാസിൽ സൽ സ്വഭാവത്തെക്കാളും തൂക്കം തൂങ്ങുന്ന കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല. എന്നിട്ട് പറയാണ് وإن الله ليبغض الفاحش البذيء. എന്നാൽ അശ്ലീലം കലർന്ന തോന്നിവാസം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അല്ലാഹു തആല വെറുക്കുന്നു. ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആള് നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ തൊള്ള തുറന്ന തെറി വരും. പെണ്ണുങ്ങളോട് തെറി, അയൽവാസിയോട് തെറി, നാട്ടുകാരോട് തെറി, റോട്ടിൽ തെറി. ഒരു മനുഷ്യൻ റോട്ടിൽ തെറി പറയാ, അങ്ങാടി തെറി പറയാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. റോട്ടിൽ നിന്നൊക്കെ നമ്മൾ വിചാരിച്ച പോലെയല്ല അപ്പുറത്തുള്ള വണ്ടിക്കാരൻ വന്നതെന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചെടുത്തല്ല അയാൾ പാർക്ക് ചെയ്തെന്നിരിക്കാം. വേഗം അടിയിന്ന് വരുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അല്ലാഹുൽ മുസ്തആൻ. നമ്മൾ പരസ്യമായിട്ട് കേൾക്കാണ് ചിലതൊക്കെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു പ്രത്യേകത, സൽസ്വഭാവിക്ക് സ്വർഗമുണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ചോദിക്കപ്പെട്ടു. അപ്പൊ നബി പറഞ്ഞ വാക്കെന്താ വെച്ചാല് അൻ അക്തരി മാ യുദ്ഖിലുൻ നാസൽ ജന്നത ഫഖാൽ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്തരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന. മനുഷ്യരെ കൂടുതലായി ധാരാളമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമാക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുൽഖ്. ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തെ സൽസ്വഭാവമാണ്. ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തെ സൽസ്വഭാവമാണെന്ന്. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമാണ്. നാലാമത്തെ ഒരു ഗുണം എന്താ അറിയുന്നത്? സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആർക്ക്? സൽസ്വഭാവികൾക്ക്. അത് ഉമ്മയാകാം, ബാപ്പയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, നമ്മൾ ആരുമാകാം. സൽസ്വഭാവിയാണോ, നിനക്ക് അല്ലാഹു തആല സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു വീട് നൽകുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബി ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അബൂദാവൂദിന്റെ സുനനിൽ 4800 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തന്റെ സ്വഭാവത്തെ നന്നാക്കിയവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഞാനൊരു വീട് ഉറപ്പ് നൽകുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? സ്വഭാവം നന്നാക്കിയവനെന്ന. ഇത് നന്നാക്കിയെടുക്കേണ്ടതാണ്. ചിലത് അല്ലാഹു തആല ജന്മനാ തരും, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് അതിനെ തർബീത്ത് ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് ചോദിക്കാ, അത് വളരെ മോശമാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, തിരുത്തണം. ജീവിതത്തിൽ പലതും തിരുത്തിയ വരെ. നമ്മൾ വസ്ത്രധാരണത്തിൽ തന്നെ ധാരാളം തിരുത്തലുണ്ട്, ഭക്ഷണത്തിൽ തിരുത്തലുകളുണ്ട്. എന്റെ സ്വഭാവത്തിൽ മാത്രം തിരുത്തലില്ലാത്തത്? ചില കാരണന്മാര് പറയുന്ന വാക്കാണ്, എന്നെ കൊണ്ട് ഇപ്പൊ ഇനി അങ്ങനെയൊക്കെ നടക്കുള്ളൂ, ഇനിയിപ്പോ വയസ്സാം കാലത്തൊന്നും എന്റെ തൊഴിൽ നന്നാക്കാൻ പറ്റൂല. നന്നാക്കണം. സ്വർഗം വേണമെങ്കിൽ നന്നാക്കണം. സ്വർഗത്തിൽ ഉന്നത പദവി വേണമെങ്കിൽ നന്നാക്കണം. ആ ഷാഢ്യൊക്കെ അതൊന്നും പരലോകത്ത് ഗുണം ചെയ്യൂല. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സൗമ്യത പ്രധാനമാണ്, സൽസ്വഭാവം പ്രധാനമാണ്. അഞ്ചാമത്തെ ഒരു ഗുണം കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ കഴിയുന്നത് ആർക്കാണ്? സൽസ്വഭാവികൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോക്കൂ, അൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അന്നഹു സമിഅ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി പറയുന്നതായി ഞാൻ കേട്ടു, അലാ ഉഖ്ബിറുക്കും ബി അഹബ്ബിക്കും ഇലയ്യ വഅഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അന്ത്യനാളിൽ എന്റെ അടുത്ത് ഏറ്റവും അടുത്ത് ഇരിപ്പിടമുള്ളവരും സ്ഥാനമുള്ളവരും സീറ്റുറപ്പിച്ചവരും ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. രണ്ട് കാര്യം. ഒന്ന്, മുഹമ്മദ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാരാണ്? ശറഹിൽ കാണാം, അത് ദുനിയാവിലത്തെ കാര്യമാണ്. രണ്ടാമത്തത്, റസൂലുള്ളാഹിന്റെ കൂടെ ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്ത് ഇരിപ്പിടമുള്ളവരാരാണ്? അത് പരലോകത്തെ കാര്യമാണ്. ഫസഖത്തൽ ഖൗം. ആരയൽ ഖൗം? അസ്സഹാബ. സ്വഹാബത്ത് നിശബ്ദത പാലിച്ചു.
فأعادها مرتين أو ثلاثا. അതിനാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് തന്നെ 2-3 തവണ ആവർത്തിച്ചു. ഖാലൽ ഖൗം, അപ്പോ അവര് പറഞ്ഞു, ആര്? സ്വഹാബത്ത് പറഞ്ഞു. എന്ത്? നഅം യാ റസൂലല്ലാഹ്, അതേ റസൂലേ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഈ ദുനിയാവിൽ നിന്ന് അവിടുത്തെ ഇഷ്ടം കിട്ടാനുള്ള മാർഗം, നാളെ ആഖിറത്തിൽ അവിടുത്തെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള മാർഗം. അതെന്താണ്? അത് നാരിയത്ത് സ്വലാത്താണെന്നല്ല പറഞ്ഞത്, കൻസുൽ അർശാണെന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ഉസ്താദുമാര് അവിടെ സ്വപ്നത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പൈശാചികമായ കാഴ്ചപ്പാടുകൾക്ക് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സ്വലാത്തുകളാണെന്നല്ല പറഞ്ഞത്. പിന്നെ ഏതാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമുള്ളവർ എന്റെ കൂടെ ഏറ്റവും അടുത്ത് സ്വർഗത്തിലുണ്ടാകുമെന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിങ്ങള്, അത്ര അനുഗ്രഹീതമായ കാര്യം. അള്ളാഹുവിന്റെ ഖലീലായ നബിയുടെ ഇഷ്ടവും സ്വർഗത്തിൽ അവിടുത്തെ സഹവാസവും. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞല്ലോ, വകാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുഹും അഖ്ലാഖ, നിങ്ങളിൽ സൽസ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കൽ കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽസ്വഭാവികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ഉത്തമരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പ്രശംസിച്ച് പറഞ്ഞ, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവർ, ഉത്തമർ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് 5 വഖത്ത് നിസ്കാരം. ആ ഓരോ വഖത്ത് നിസ്കാരത്തിനും, അതും ജമാഅത്തായി പള്ളിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുമിച്ച് ചേർന്ന് സ്വഫ് കെട്ടി നിൽക്കുക എന്നത്. ഈ സ്വഫ് കെട്ടി നിൽക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ ഉത്തമരാണ്, നല്ലവരാണെന്ന്. സ്വഫ് കെട്ടുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ നല്ലവരാണ് എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അവിടുത്തെ തൊട്ട് ഇമാം അബൂ ദാവൂദ് സുനനിൽ 672 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാറുക്കും അൽയനുക്കും മനാകിബ ഫിസ്സലാ, നിങ്ങളിൽ ഉത്തമർ. ഞാൻ നിങ്ങളൊക്കെ നിസ്കരിക്കാൻ പോണ ആൾക്കാരാണ്. നമ്മുടെ കൂട്ടത്തിൽ ഉത്തമരാരെന്ന് നിങ്ങൾ നിസ്കാരത്തിൽ തോളുകളെ മയപ്പെടുത്തുന്നവരാണ്. എന്താണ് നിസ്കാരത്തിൽ തോളുകളെ മയപ്പെടുത്തുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരെന്ന് പറഞ്ഞാൽ? വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനിടയിലുണ്ട്. നിസ്കാരത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വഫ് ശരിയാക്കുന്നിടത്ത് സ്വഫിൽ വിടവ് വരാതെ കണങ്കാലിനോട് ചേർത്ത് വെക്കുന്നതോടൊപ്പം തോളോട് ചേർത്ത് വെക്കുകയുമാണ്. ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അധികം ആളുകളും ഇത് രണ്ടും ശരിയാക്കാത്തവരാണ്. എന്നാൽ ചിലർ കാല് ചേർത്ത് വെക്കും, പക്ഷെ തോള് ചേർത്ത് വെക്കില്ല. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 725 നമ്പറായി ഉദ്ധരിക്കണം. അതിൽ കാണാം, തോളും ഒരുമിച്ച് നിൽക്കണം, കാലും ഒരുമിച്ച് വെക്കണം. അതായത് എന്റെ വലത്തെക്കാലും തൊട്ടടുത്തുക്കുന്ന ആളെ ഇടത്തെക്കാലും, എന്റെ ഇടത്തെക്കാലും തൊട്ടടുത്തുക്കുന്ന ആളെ വലത്തെക്കാലും, ഇങ്ങനെ ഒട്ടി നിൽക്കണം. പലപ്പോഴും പല സ്വഫിന്റെ ഇടയിൽ മൂന്നാമതൊരാൾക്ക് കയറിക്കാനുള്ള അവസ്ഥ ഉണ്ടാവും ചിലയിടത്തൊക്കെ. കാല് മാത്രം ചേർത്തിച്ചിട്ട് ഇങ്ങനെ നിന്നാ പോരാ, പിന്നെ 2 ഷോൾഡറും ചേർന്ന് നിൽക്കണം എന്നാണ്.
അപ്പൊ എന്റെ ചുമലും തമ്മിൽ ചേർന്ന് നിൽക്കണം, കാലും തമ്മിൽ ചേർന്ന് നിൽക്കണം. ഇവിടെ സൊഫ് ശരിയാക്കുന്നു, സൊഫ് ശരിയാക്കുന്നു എന്ന് പറയുന്നവർ പോലും പലരും തോള് ശരിയാക്കാത്തവരാണ്. അത് വലിയ അപകടമാണ്. ഈ രണ്ട് കാര്യം ശരിക്കണം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീമു സുഫൂഫക്കും ഫഇന്നി അറാകും മിൻ വറാഇ ളഹരി, നിങ്ങളുടെ സൊഫുകൾ നേരെയാക്കുവിൻ, എന്റെ മുതുകിന്റെ പിന്നിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. വകാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബിൻ, അപ്പോ നമ്മളിൽപ്പെട്ട ഒരാൾ സഹാബത്ത് പറയാണ്, തന്റെ തോൾ സഹോദരന്റെ തോളോടും കണങ്കാൽ സഹോദരന്റെ കണങ്കാലിനോടും ഒട്ടിച്ചേർത്ത് വെക്കുമായിരുന്നു. സൊഫു ശരിയാക്കണം എന്ന് നബി പറയുമ്പോഴേക്കും പുറകിൽ നിൽക്കുന്ന സഹാബത്ത് തോളും ചുമലും അല്ലെങ്കിൽ തോളും കാലും. ഏത് കാല്? എന്റെ റൈറ്റ് എന്റെ ലെഫ്റ്റ്, എന്റെ റൈറ്റ് ലെഫ്റ്റ്, അപ്പുറത്താളെ ലെഫ്റ്റ്. ഇങ്ങനെ സഹാബികൾ പരസ്പരം ചേർത്ത് വെക്കുമായിരുന്നു. നമ്മളോ മിമ്പറിന്റെ ഇവിടെ കയറി നിന്നിട്ട് സുഫൂഫക്കും എന്നൊക്കെ പറഞ്ഞാലും ആൾക്കാർ അങ്ങനെ നിൽക്കും കൈകെട്ടിട്ട്. അതിനിടയിലൊക്കെ വിടവുകൾ ഉണ്ടാവും. അത് വളരെ അപകടമാണ്, നബിയുടെ സുന്നത്തിനെതിരാണ്. ഇപ്രകാരം തോളോട് ചേർന്ന് വെക്കുമ്പോൾ എന്ത് വേണമെന്നാ പറയണത്? കരുണ കാണിക്കണം എന്നാണ്. അതായത് ചേർന്ന് നിൽക്കാൻ വൈമനസ്യം കാണിക്കുകയോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുതെന്നാണ്. ഈ രണ്ട് പ്രശ്നം നമ്മുടെ ഇടയിലുണ്ട്. ചിലർക്ക് ചേർന്ന് നിൽക്കാൻ മനസ്സില്ല ചിലർക്ക് ചേർന്ന് നിൽക്കാൻ. നിങ്ങൾ ഈ മനസ്സില്ലായ്മ അള്ളാഹുവിന്റെ റസൂലിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്, അഹ്ലു സുന്നത്തിനെതിരാണ്. ചെറുക്ക് ചേർന്ന് നിൽക്കാൻ മനസ്സില്ല. അതുകൊണ്ടാ സൊഫ് ശരിയാക്കുമ്പോ ഇത് തോള് മയപ്പെടുത്തണം പറഞ്ഞ ചേർന്ന് നിൽക്കണം എന്നായി പറഞ്ഞത്. ചില ആൾക്കാരോ ചേർന്ന് നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യും? ബുദ്ധിമുട്ടിക്കും. കുറച്ച് പരുഷമായിട്ട് ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ പിടിച്ച് അങ്ങനല്ല. അപ്പൊ ഒന്ന് മയപ്പെടുത്തി കൊടുക്കണം. വളരെ ലയീനായൊരു സ്വഭാവം കാണിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചില ആളുകളൊക്കെ കാല് ചേർത്ത് വെക്കുകയും ചുമലുകൾക്കിടയിൽ വിടവുണ്ടാക്കുകയും ചെയ്യും. അത് ശരിയല്ല. രണ്ടും ചേർത്ത് വെക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വു സുഫൂഫക്കും ഫഇന്ന തസ്വിയത സഫി മിൻ തമാമി സ്വലാത്ത്. നിങ്ങൾ സൊഫുകൾ ശരിയാക്കുക. എന്തിനാണ് സൊഫ് ശരിയാക്കണത്? ഇതിങ്ങനെ വെറുതെ പറയുന്ന സൊഫുകൾ ശരിയാക്കുവിൻ എന്ന് വെറുതെ പറയണല്ല. എന്തിനാണ് സൊഫ് ശരിയാക്കണത്? കാരണം സൊഫ് ശരിയാക്കൽ ഫഇന്ന തസ്വിയത സഫ് മിൻ തമാമി സ്വലാത്ത്, നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. നമ്മൾ പല കാര്യത്തിലും പൂർണ്ണത ആഗ്രഹിക്കണം. വസ്ത്രധാരണത്തിൽ പൂർണ്ണത, മുടി വെട്ടുന്നിടത്ത് പൂർണ്ണത, അല്ലെ? ഓരോന്നിലും പൂർണ്ണത ആഗ്രഹിക്കണത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും പൂർണ്ണത ആഗ്രഹിക്കണം. നിസ്കരിച്ചാ പോരെ, ബാക്കിയൊക്കെ തന്നെ നോക്കണമെന്നാണ്. ഭക്ഷണം കഴിച്ചാൽ പോരെ, കൂട്ടാനും വേണ്ട, കറിയും വേണ്ട, ഉപ്പേരിയും വേണ്ട, പപ്പടം വേണ്ട, ഒന്നും വേണ്ട നമ്മളതിൽ പറയോ? അവിടെയൊക്കെ എന്തെങ്കിലും കുറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. എന്നാൽ നിസ്കാരത്തിനോടനുബന്ധമായി വരേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടത് സൊഫ്. അതുണ്ടെങ്കിൽ നിസ്കാരം പൂർണ്ണമായി എന്നാണ്. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കൂല. വല്ലാഹുൽ മുസ്തആൻ. ഇത് ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചത് വൈകിപ്പോയത്. ഇന്ന് എന്തായാലും പറയണം എന്നുള്ള തന്നെ പറയണത്. നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. മഹാനായ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഖാല ഖറജ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അലാ തസുഫൂന കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹിം. ഒരിക്കൽ നബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, മലായികത്തുകൾ തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ സൊഫായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്കും നിസ്കാരത്തിൽ സൊഫായി നിന്നുകൂടെ? ഹലോ. അപ്പൊ അവര് ചോദിച്ചു, വകൈഫ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹിം. എന്റെ മക്കള്, ചെറിയ മക്കള്, നിങ്ങൾ ഇത്ര നേരം അഥവാ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതെങ്കിലും ശ്രദ്ധിക്കുക. ഞാൻ തുറന്നു നിങ്ങളോട് പറയാണ്, വകൈഫ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹിം. മലക്കുകൾ റബ്ബിന്റെ അടുത്ത് എങ്ങനെയാണ് സൊഫായി നിൽക്കുന്നത്? അപ്പൊ നബി പറഞ്ഞു, യുതിമ്മൂന സഫൽ അവ്വൽ ثم يتراصون في الصف. അവർ ആദ്യത്തെ സൊഫ് ആദ്യം പൂർത്തീകരിക്കും. എങ്ങനെ പൂർത്തീകരിക്കും? വിടവില്ലാത്ത വിധം പരസ്പരം അവർ ചേർന്ന് നിൽക്കും. എങ്ങനെയാണ് അതിനകത്ത് വിടവില്ലാതിരിക്കുക? ഞാനും എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്കും ഇടയിൽ ഒരു വിടവില്ലാത്ത, ഗ്യാപ്പില്ലാത്ത വിധം ചേർന്ന് നിൽക്കും. തോള് ചേർത്ത് വെക്കുന്നു, കാല് ചേർത്ത് വെക്കുന്നു. അതാണ് മലക്കുകളുടെ സൊഫ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നസായി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. അതേപോലെ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ തൊട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുദ്ദിൽനാ അലന്നാസി ബിതലാത്തിൻ ജുഇലതു സുഫൂഫുനാ
കസുഫൂഫിൽ മലായിക. 3 ജനങ്ങളെ അപേക്ഷിച്ച് നാം 3 കാര്യങ്ങളാൽ സവിശേഷരാണ്. അതിലൊന്നാമത്തെ കാര്യം തരങ്ങള് നിസ്കാരത്തിന് വേണ്ടിയുള്ള നമ്മുടെ സൊഫുകൾ മലക്കുകളുടെ സൊഫുകളെ പോലെ ആക്കപ്പെട്ടിരിക്കുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ 522 നമ്പർ ഹദീസ്. അതുകൊണ്ട് പ്രിയമുള്ളൊരു സൊഫ് കെട്ടുമ്പോ കറക്റ്റായിട്ട് നിൽക്കണം എന്നാണ്. ശരി, നിൽക്കേണ്ട രീതി എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊക്കെ ഇനി ജുമാ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റുമ്പോൾ ഇത് പാലിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം വസിതു അൽ ഇമാമ വസുദ്ദുൽ ഖലൽ. ഇമാമിനെ നിങ്ങൾ മധ്യത്തിൽ നിർത്തുക, വിടവുകളെ അടക്കുകയും ചെയ്യാം. അപ്പൊ 2 സൈഡായിട്ടാണ്. ഇമാമിന്റെ പുറകുന്ന് ഒരു വശത്തേക്കും മറുവശത്തേക്കും ആയിട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസ്ലൂന സുഫൂഫ് വമൻ സദ്ദ ഫുർജതൻ റഫഅഹുല്ലാഹ് ബിഹാ ദറജ. ആരെങ്കിലും നിസ്കാരത്തിന്റെ സൊഫുകൾക്കിടയിലെ വിടവ് നികത്തിയാൽ, അവര് നിസ്കരിക്കുമ്പോ ജമാഅത്ത് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന്റെ സൊഫിലെ വിടവില്ലാതിരുന്നാൽ അവന് സ്വർഗത്തിൽ എന്താ ഇതൊക്കെ പത്ര വലിയ കാര്യ എന്ന് ചിന്തിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരും ഉണ്ടാവില്ല എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, അങ്ങനെ ഒരാൾ സൊഫ് കറക്റ്റ് കിട്ടിയാൽ, കാലും ചുമലും ചേർത്ത് നിന്നാൽ അല്ലാഹു തആല അവന് സ്വർഗത്തിലൊരു വീട് പണിയുകയും അവിടെ അവന്റെ ദറജ പദവിയെ അവൻ ഉയർത്തുകയും ചെയ്യുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ 1048 നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാമ അൽബാനി സിൽസിലത്തു സ്വഹീഹയിൽ അത് സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. ഒരു കാര്യം കൂടി വൈകിയ വഴി പറയട്ടെ. നമസ്കാരത്തിൽ സൊഫ് ശരിയാക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുന്ന പക്ഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നബി പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയങ്ങള്, അതിന്റെ മലയാളം മാത്രം പറഞ്ഞു പോകുക. നബി പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ നിങ്ങളുടെ സൊഫുകൾ ശരിയാക്കണം, തോളോട് ചേർന്ന് നിൽക്കണം, വിടവുകൾ നികത്തണം, നിങ്ങളുടെ സഹോദരങ്ങളോട് വിനയത്തോടുകൂടി പെരുമാറണം. എത്രത്തോളം വാക്കാഖീമു സുഫു വഹദു ബൈനൽ മനാകിം വസുദ്ദുൽ ഖലൽ വലീനു ബിഐദി ഇഖ്വാനിക്കും. 4 കാര്യങ്ങൾ. എന്ന് നബി പറയാണ്, നിശ്ചയമായും ശൈത്താൻ നിങ്ങൾക്കിടയിൽ ഒരു ഒട്ടകക്കുട്ടിയെ പോലെ പമ്മി പ്രവേശിക്കുന്ന എവിടെ? വിടവിൽ. അപ്പോ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയായ പുരോഗമനം പറയുന്ന ഒരുത്തന്റെ ബുദ്ധിയിൽ വന്നു, ഇതിനിടയിൽ ഗ്യാപ്പടച്ചാലും കാലിന്റെ അടിയിൽ വിടവില്ലേ, തോളിന്റെ മേലൊക്കെ ഗ്യാപ്പില്ലേ എന്ന്. ഓനെ ശരിക്കും പറയാ മന്ദബുദ്ധി എന്നാ പറയാ. നബി പഠിപ്പിച്ചതിനെതിരെ ചിന്തിക്കുന്നവൻ മന്ദബുദ്ധിയാണ്. നമ്മളൊന്ന് ആലോചിച്ച്, ഈ ഗ്യാപ്പിലൊക്കെ ശൈത്താൻ കയറൂലേ? പരിഹസിക്കുന്നവർ, അതൊരു അലങ്കാരമായി മുഖപത്രം എഴുതിയവർ, അതൊരു ആദർശമായി കൊണ്ടു നടക്കുന്നവർ, അല്ലാഹുൽ മുസ്തആൻ. അള്ളാന്റെ റസൂലിന്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും. നിങ്ങൾ ദീൻ അള്ളാഹ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, നബിക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുസ്സു സുഫുഫക്കും വഖാരിബു ബൈനഹാ വഹാദു ബിൽ അനാ ഫവല്ലദി നഫ്സി ബിയദി ഇന്നി ലഅറ അശ്ശൈത്താന യദ്ഖുലു മിൻ ഖലലി സഫ് കഅന്നഹാ അൽ ഹദഫ്. നേരത്തെ പറഞ്ഞൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. സൊഫുകൾക്കിടയിലെ വിടവുകളിൽ ഒരു കറുത്ത ആട്ടിൻകുട്ടിയെ പോലെ ശൈത്താൻ കടന്നു വരുന്നത് ഞാൻ കാണുന്നു എന്ന് വഹ്യുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഗൗരവം മനസ്സിലാക്കാൻ വിശാലമാണ് പ്രിയമുള്ളവരെ. ഇതുപോലെ പറഞ്ഞു വന്നിട്ട് നബി അവസാനം പറഞ്ഞു, വമൻ വസല സഫൻ വസലഹുല്ലാഹ് വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്. അബൂ ദാവൂദിന്റെ സുനനിൽ ഹദീസ് സ്വീകാര്യമാണ്. സഫ് ചേർക്കുന്നവനെ അല്ലാഹു ചേർക്കുകയും സഫ് മുറിക്കുന്നവനെ അല്ലാഹു മുറിക്കുകയും ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ധാരാളക്കണക്കിന് വിഷയങ്ങൾ ഈ സൊഫുമായി ബന്ധപ്പെട്ട് അള്ളാഹിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ നമ്മളൊക്കെ പള്ളിയിൽ വരുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഈ ജുമാക്ക് പോലും കണ്ടൊരു സങ്കടം ഞങ്ങളോട് പറയട്ടെ. ആദ്യം വരുന്ന ആളുകൾക്കുള്ളതാണ് ആദ്യത്തെ സഫ്. പല കാരണങ്ങളാൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അവന് ഉദറുകൾ ഉണ്ടാകാം. ആദ്യം വരുന്ന ആളുകൾക്കുള്ളതാണ് ആദ്യത്തെ സഫ്. ഒന്നാമത്തെ സൊഫിന്റെ പ്രാധാന്യം ഇലാ യൗമിൽ ഖിയാമ ഇല്ല പ്രിയമുള്ളവരെ. രണ്ടാമത്തെ സൊഫിനില്ല. അതിന്റെ അത്രയും പ്രാധാന്യം 3-നില്ല, 4-നില്ല, 5-നില്ല. നിങ്ങൾ ആലോചിക്ക്, നമ്മൾ ഒരു പള്ളിയിൽ വന്നാൽ ആദ്യം എവിടെ ഇരിക്കേണ്ടത്? ഒന്നാമത്തെ സൊഫിൽ, അതും ഇമാമിന്റെ തൊട്ടപ്പുറകിലാണ്.
ആ ഒരു ഗുണം തൊട്ട പുറകിലിരുന്നാൽ കിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ പിന്തി 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 അവസാനം എന്തെന്നറിയോ? നബി പറയാണ്, തഖദ്ദമൂ ഫഅതമ്മൂ ബി വൽയതമ്മ ബികും മൻ ബഅദകും ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖറഹുമുല്ലാഹ്. നബി ഇങ്ങനെ പറയണം, അവസാനം എല്ലാറ്റിനും പിന്തി പിന്തി ചില ആളുകൾ എപ്പോഴും പിന്നോക്കം നിൽക്കും. അണിയിൽ നബി ഇങ്ങനെ പറയണം, അങ്ങനെ സൊഫിൽ പിന്നോക്കം നിൽക്കും. അവസാനം അള്ളാഹു അവരെ എല്ലാ കാര്യത്തിലും പുറകിലാക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 438 നമ്പർ ഹദീസ്. നിരവധി ഹദീസുകൾ ഇനിയും കാണാൻ സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മൾ ഉത്തമരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഉത്തമർ എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് സൊഫ് കെട്ടി അതിനകത്ത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയോടുകൂടി നിൽക്കുന്നവരാണ്. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിം അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.